ഇനി ഒരു ചെറിയൊരു സംശയമുണ്ട്. പെണ്ണുങ്ങളും ആണുങ്ങളും ഒന്നിച്ച് തന്നെയാണ് ഉണ്ടാകുക. അപ്പോൾ തൊട്ടാ ഒതുമുറിഞ്ഞ പോലെ എന്നൊരു സംശയമുണ്ട്. തൊട്ടാലല്ലേ മുറിയുള്ളൂ, തൊടാണ്ടിരുന്നാൽ മതിയല്ലോ. നമ്മളിപ്പോൾ അവിടെ പോയിട്ട് പെണ്ണുങ്ങളെ തൊടണം. നമ്മൾ ആരും പെണ്ണുങ്ങളെ തൊടലില്ല, അതുകൊണ്ട് നമ്മളൊന്നും മുറിയേയില്ല. പിന്നെ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് തൊട്ടാലോ, ഇങ്ങോട്ട് തൊട്ടാൽ മുറിയൂലാന്ന് ശാഫി മദ്ഹബിലൊരു അഭിപ്രായമുണ്ട്. അപ്പോൾ ആ അഭിപ്രായം സ്വീകരിക്കുകയാണെങ്കിൽ ഇങ്ങോട്ട് തൊട്ടാലും മുറിയൂല. പിന്നെ ഉള്ളത് എന്താണ്? ഇങ്ങോട്ടും തൊട്ടയല്ല അങ്ങോട്ടും തൊട്ടയല്ല, പിന്നെ തമ്മിലും അറിയാതെ മുട്ടിപ്പോയി എന്നുള്ളതാണ്. അത് ഈ തിരക്കിൻ്റെ ഇടയിൽ എവിടെയായി തൊടുക? നമ്മളിങ്ങനെ പുതപ്പ് വസില്ലേ, പിന്നെ തുണി ഉടുത്തിട്ടില്ലേ, ഇനി പേടിയാ തൊടാൻ പറ്റുക? മുഖത്തെത്തായാലും ആരും തൊടൂലല്ലോ, പിന്നെ പേടിയാ തൊടുക? തലയിലാ തൊട്ട് നിൽക്കുക, രോമം തൊട്ടാൽ അത് മുറിയൂലല്ലോ. പിന്നെ ഇനിയിപ്പോൾ എവിടെയാ തൊടാൻ സ്ഥലമുള്ളത്? കാലിൻ്റെ ചോട തൊട്ട് പോകാൻ സാധ്യതയുണ്ട്, കയ്യും ചിലപ്പോൾ തൊട്ട് പോകാൻ സാധ്യതയുണ്ട്, അല്ലേ? ഇതല്ലേ തൊട്ട് പോകാൻ സാധ്യതയുള്ള സ്ഥലം. അപ്പം നമ്മളീ പുതക്കുന്ന പുതപ്പ് പുരുഷന്മാർ കയ്യും കൂടി അതിൻ്റെ ഉള്ളിലങ്ങ് മറച്ചാൽ പിന്നെ കൈ തൊട്ട് പോകില്ലല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളൊക്കെ തവാഫ് ചെയ്യുമ്പോൾ അങ്ങ് പുതച്ചിട്ട് കൈ എന്ത് ചെയ്യും? പുതപ്പിൻ്റെ ഉള്ളിലങ്ങ് ആക്കി കളയല, അപ്പോൾ പിന്നെ കൈ തൊട്ട് പോകില്ല. ഇനിയിപ്പോൾ തൊട്ട് പോകാൻ സാധ്യതയുള്ള എവിടെയാണ്? കാലിൻ്റെ ചോടയാണ്. കാലിൻ്റെ ചോട തൊടുമ്പോൾ ആണും പെണ്ണലും ഒരുമിച്ച് കൂടി ഇങ്ങനെ പോകല്ലേ, അപ്പോൾ തൊട്ടത് പെണ്ണാന്ന് മനസ്സിലാവില്ലല്ലോ. കാലിൻ്റെ ചോട തൊട്ടുപോയത് പെണ്ണാണെന്ന് ഉറപ്പുണ്ടെങ്കിലല്ലേ ഒതുമുറിയൂ. കുറേ ആളുകൾ പോകുമ്പോൾ പെണ്ണാ തൊട്ട് നമുക്കിങ്ങനെ തിരിയാ, ഏതോ ഒരാൾ തൊട്ട് എന്നല്ലാതെ. ഇനിയിപ്പോൾ മുറിയാൻ വലിയ പണിയാ, ഒന്ന് മുറിയാൻ കുറച്ച് പണിയാന്ന് ഞാൻ പറഞ്ഞു. ഇനി ഒന്ന് മുറിയാൽ എന്താ? ശരിക്കും നമുക്ക് തിരിഞ്ഞു പോയി. ഒരു പെണ്ണി നമ്മളെ കാലിന് മുകളിൽ ചവിട്ടി ശരിക്കും തിരിഞ്ഞു പോയി. അവനെന്താ ചെയ്യാ? ഒന്ന് മുറിഞ്ഞു പോയി. അവനെന്താ ചെയ്യാ? ഒന്ന് മുറി നമ്മളെന്താ വണ്ടിയെ ഒതു കൊടുക്കുക, അവിടെ പോയിട്ട് ഒതു കൊടുക്കുക. അവിടെ ചില മൊയിലാന്മാരെന്ത് പറയുമെന്നറിയോ? അത് വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ ഹജ്ജിന് പോയാൽ ബുദ്ധിമുട്ടുണ്ടാവില്ലേ? നമ്മൾ നാട്ടിൽ നിന്ന് അടുത്തോളം പോയാൽ നമുക്ക് ഒതു കൊടുക്കാം, പിന്നെ അടുത്തോളം പോയിക്കൂടെ? നാട്ടിൽ നിന്നേ പോയ നമ്മൾ തവാഫ് ചെയ്യാനാ. അങ്ങനെ തന്നെ നമ്മളൊരു ഒതു മുറിഞ്ഞു പോയിട്ട് അവിടെ നിന്ന് കുറച്ച് അപ്പുറം പോയാൽ ഹറമിൻ്റെ ഉള്ളിൽ തന്നെ ഒതു കൊടുക്കാൻ സൗകര്യമുണ്ട്. ആദ്യം പഠിച്ചു വെച്ചാൽ മതി, അവിടെ തന്നെ ഉള്ള സൗകര്യമുണ്ട്. ആ കാബത്തിൻ്റെ ഒന്ന് കയറുന്നിടത്ത് തന്നെ ഒതു കൊടുക്കാൻ സൗകര്യമുണ്ട്. ഇനി അല്ലേ കൂടി വന്നാൽ പുറത്ത് ബാത്റൂമിൽ പോകണം. എന്നാലെന്താ, നമ്മളെ ഈ പ്രധാനപ്പെട്ട അമല് ശരിയാകാൻ വേണ്ടി ഇവിടുത്തെ ഈ അധ്വാനമെല്ലാം അധ്വാനിച്ച് 4-5 ലക്ഷം ഉറുപ്പ്യെല്ലാം മുതലാക്കിയിട്ട് നാട്ടിൽ നിന്ന് അവിടത്തോളം പോയാൽ നമുക്ക് ഒരു ഒതു കൊടുക്കാൻ വേണ്ടി തൊട്ടടുത്തോളം പോയിക്കൂടാൻ അത്ര മടിയാവേണ്ട ആവശ്യമുണ്ടോ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ കുടുങ്ങിയാലാ ഞാൻ പറഞ്ഞേ. പക്ഷെ ഒതു മുറിയൽ വളരെ കുറവാണ്. മുറിയൂലാന്നാ ഞാൻ ആദ്യം പറഞ്ഞത്. ഒതു മുറിയൂല. മുറിയണമെങ്കിൽ ഉറപ്പ് വേണം. ഒരു പെണ്ണ്, അന്യ പെണ്ണ് നമ്മളെ തൊട്ടു, അല്ലെ ഭാര്യ നമ്മളെ തൊട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിലേ ഒതു മുറിയുള്ളൂ. ആ ഉറപ്പ് കിട്ടണമെങ്കിൽ ശരിക്കും കാണണ്ടേ. ഈ തിരക്കിൽ ഇങ്ങനെ കാബത്തിൻ്റെ ഇങ്ങനെ ചുറ്റി പോകുമ്പോൾ നമ്മൾ കാലും വരും തൊട്ടാൽ ആരാ തൊട്ടെന്ന് എങ്ങനെ തിരിയാനാ? ആണോ പെണ്ണോ തിരിയൂലല്ലോ. അതുകൊണ്ട് ഒതു മുറിയൂലാന്നാ ഞാൻ പറഞ്ഞു. ഇനി അഥവാ ശരിക്കങ്ങ് തിരിഞ്ഞു പോയി എന്നാ പിന്നെ അവിടെ പോയിട്ട് ഒതു കൊടുത്തിട്ട് വരണം. അപ്പൊ ഒരു 3 പ്രാവശ്യം ചുറ്റിയതിന് ശേഷമാണ് നമ്മൾ ഒതു മുറിഞ്ഞതെന്ന് വിചാരിക്കുക. അത് പെണ്ണ് തൊട്ടിട്ടോ അല്ലാത്ത നിലക്കോ ഒതു മുറിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഒതു എടുത്ത് വന്നിട്ട് ബാക്കി 4 കൂടി ചുറ്റിയാൽ മതി. ആദ്യത്തെ 3 അവിടെ ഉണ്ട്, 4 ചുറ്റിയാൽ മതി. അവിടെ നീ ലാപ്പ് ചെയ്യുമ്പോൾ ഏച്ച് കൂട്ടുമ്പോൾ കുറഞ്ഞു പോരുത്. ഉദാഹരണത്തിന് ഇവിടെ എത്തിയപ്പോഴാണ് കുറഞ്ഞത്, എന്നാ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് ഇങ്ങനെ തന്നെ തവാഫ് തുടങ്ങണം, കുറച്ച് ബേക്കിൽ തന്നെ തുടങ്ങണം. കാരണം നമ്മൾ കുറഞ്ഞു പോകരുത്. ലേപ്പയും അങ്ങനെയാണല്ലോ, കുറഞ്ഞു പോകരുത്. ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതുകൊണ്ട് ഒതുമുറിയുന്നൊരു മസീലയും പറഞ്ഞ് ആകെ ബേജാറാവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ചിലരുണ്ട് അവിടെ ഹനഫി മദ്ഹബ്, മാലിക്, അങ്ങനത്തെ ഒരു മദ്ഹബ്, അങ്ങനെ ഹജ്ജ് ചെയ്യാൻ പറ്റാത്ത മദ്ഹബാണ് നമ്മളെ ഷാഫി മദ്ഹബ്. നമ്മളെ ഷാഫി മദ്ഹബിൽ തിന്നുകൊണ്ട് തന്നെ നമുക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റൂലേ? പിന്നെ എന്തിനാ പിന്നെ വേറെ മദ്ഹബ് പറയും? വേറെ മദ്ഹബ് പറയും ആ മദ്ഹബിലെ ഒതു നമുക്ക് അറിഞ്ഞൂടാ, ആ മദ്ഹബിലെ ഒതു മുറിയുന്ന സംഗതി നമുക്ക് അറിഞ്ഞൂടാ. ഇതൊന്നും അറിയാത്ത ജാഹിലീങ്ങളോട് ഓരോ മൊയിലാന്മാർ പറഞ്ഞു കൊടുക്കും, നിങ്ങൾ ഹനഫി മദ്ഹബ് ചെയ്യില്ല. എന്ത് ഹനഫി മദ്ഹബ്? അതുകൊണ്ട് നമ്മളെ മദ്ഹബിൽ തന്നെ നിന്നുകൊണ്ട് നമുക്ക് ഹജ്ജും ഉംറയും കൃത്യമായി നിർവഹിക്കാൻ സാധിക്കും. ഒതു മുറിയൂല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അഥവാ മുറിഞ്ഞു എന്ന് ഉറപ്പുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ. അത് ഒതു എടുത്തിട്ട് ബാക്കി പൂർത്തീകരിച്ചാൽ മതി. അള്ളാഹു തആല നല്ല നിലക്ക് അമലുകൾ ചെയ്യാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. അവസാനം പറഞ്ഞ എംബസിയായി ബന്ധപ്പെടുന്നതെല്ലാം ബുദ്ധിമുട്ടല്ല, അതിനേക്കാൾ എളുപ്പമാണല്ലോ മറ്റേ മദ്ഹബിനെ നമ്മൾ തഖ്ലീദ് ചെയ്യൽ. എങ്ങനെ? ഇപ്പോൾ ഒരു മെൻസസ് ഉള്ള പെണ്ണ്, ആ പെണ്ണിന് ഇഫാളത്തിൻ്റെ തവാഫ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അതെ. അപ്പോൾ ഈ ടിക്കറ്റ് നീട്ടുന്നതും എംബസിയുമായിട്ട് ബന്ധപ്പെടുന്നതെല്ലാം ഭർത്താവും കൂടെ ഉള്ളവരെല്ലാം പോയാൽ ഈ പെണ്ണ് അവിടെ ബാക്കിയാവും. അങ്ങനെ പോകുന്നില്ല. അതൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഇത് കിട്ടും അങ്ങനെ വന്നാൽ. ഇനി മറ്റൊന്ന്,
അതിൻ്റെ പേരിൽ അവർ ടെൻഷൻ അടിക്കേണ്ട വിഷയമല്ല. അങ്ങനെ സംഭവം വന്നാലല്ലേ ഏതെങ്കിലും സ്ത്രീകൾക്ക് എപ്പോഴും വരുന്നൊരു സമയമാണ്, സന്ദർഭമാണ്. വേറൊരു മദ്ഹബിലേക്ക് പോകാൻ ആ മദ്ഹബ് അനുസരിച്ച് ഹജ്ജിൻ്റെ ഷർത്തും ഫർദും തവാഫിൻ്റെ ഷർത്തും ഫർദും ഒക്കെ അറിയണ്ടേ? അതൊക്കെ അറിഞ്ഞവരാരായിരിക്കും? നമ്മളിപ്പോൾ നമ്മളെ മദ്ഹബ് അനുസരിച്ച് തന്നെ അറിഞ്ഞുകൂടാത്ത ബേജാറിലെ നമ്മളുള്ളത്. അപ്പോൾ വേറൊരു മദ്ഹബ് പറയാൻ വേഗം കഴിയും. പിന്നെ ഒരു നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ അത് പിന്നെ മറ്റൊരു നിയമമാണ്. ലറൂറത്ത് എന്ന് പറഞ്ഞത് മറ്റൊരു നിയമമാണ്. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അതല്ല, പറഞ്ഞു കൊടുക്കേണ്ടത് ഇതാണ്.